ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ഓഫ് നോക്കിയിരുന്നു. അതായത് സെയിം വർഷം ഉണ്ടായിരുന്ന ലോസ് അതേ വർഷം ഇൻട്രാ ഹെഡ് ആൻഡ് ഇൻ്റർ ഹെഡ് ആയിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് സെയിം ഇയറിൽ തന്നെ എല്ലാ ലോസും നമുക്ക് അങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അക്കൗണ്ടിലൊക്കെ പറയുന്ന പോലെ നെക്സ്റ്റ് ഇയറിലേക്ക് മാറ്റി വയ്ക്കും. അതിനെയാണ് നമ്മൾ ക്യാരി ഫോർവേഡ് എന്ന് പറയുക. When loss cannot be set off in the same year, the loss can be carried forward to the next year for set off. This is known as carry forward. ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് ഫസ്റ്റത്തെ ബിസിനസ് ലോസ് നമുക്ക് പിന്നെ വരുന്ന 8 വർഷത്തേക്ക് സെറ്റ് ഓഫ് ചെയ്യാം. 8 വർഷം കഴിഞ്ഞുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. 8 വർഷത്തേക്ക് നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാം. അത് ബിസിനസ് ഇൻകത്തിൽ നിന്ന് മാത്രം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ലോസ് ഫ്രം സ്പെക്കുലേഷൻ 4 വർഷത്തേക്കാണ്. അതും സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്ന് മാത്രം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ലോസ് ഫ്രം സ്പെസിഫൈഡും എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ബട്ട് സെറ്റ് ഓഫ് ഫ്രം സച്ച് ഇൻകം. ലോസ് ഫ്രം അണ്ടർ ദി ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ 8 വർഷത്തേക്കാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത് സെയിം ഇൻകത്തിൽ നിന്ന്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. സെറ്റ് ഓഫ് ഫ്രം ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഏത് ക്യാപിറ്റൽ ഗെയിനിൽ നിന്നാണെങ്കിലും എടുക്കാം. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ക്യാരി ഫോർവേഡ് ടു 8 ഇയേഴ്സ് ആണ് സെറ്റ് ഓഫ് ഫ്രം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാത്രം. പിന്നെ ഈ ഓവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ് വരുന്നില്ല, അത് 4 വർഷത്തേക്ക് മാത്രമേ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം സോഴ്സിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ സെറ്റ് ഓഫ് ചെയ്യാൻ ഒരു ഓർഡർ ഉണ്ട്. അതായത് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് ഒരു ഓർഡർ അനുസരിച്ച് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നമ്മൾ കറണ്ട് ഡിപ്രീസിയേഷൻ കൊടുക്കും. ബാക്കി ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് കൊടുക്കും. പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ ലോസസ്, ബിസിനസ് ലോസ് സെറ്റ് ഓഫ് ചെയ്യും. പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ സെറ്റ് ചെയ്യും. ലാസ്റ്റാണ് അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. ഈ ഓർഡറിൽ മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് നടത്താനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ പ്രോബ്ലം ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.